അടുത്ത ഞായറിൽ ഞാൻ കള്ളത്തെ കുറിച്ചുള്ള പ്രസംഗം ചെയ്തിടാം. പാതിരി സൂചിപ്പിച്ചു. അതിനാൽ സുവിശേഷം സെന്റ് മാർക്കിൻ്റെ 17-ാം അധ്യായം വായിച്ചു വന്നേക്കണം. അക്ഷരം അ. അടുക്കും ചിട്ടയോടും ഉടുവസ്ത്രമണിഞ്ഞുകൊണ്ടേ സഭയിൽ സമയത്തവർ ഹാജരായിരിപ്പായി. ചിരിച്ചു പറഞ്ഞു പിന്നെ ഹസ്തദാനവും ചെയ്തു. അന്യോന്യം മര്യാദയാൽ ക്ഷേമങ്ങൾ ചോദിക്കുന്നു. അക്ഷരം ഛ. ചെവി തന്നു കേൾക്കൂ നിങ്ങൾ, വായിച്ചു സുവിശേഷങ്ങൾ. എല്ലാരും തലയാട്ടി കൈപൊക്കി സമ്മതിച്ചു. പാതിരി ചിരിച്ചോതി, കഷ്ടമാണല്ലോ കഷ്ടം. അധ്യായം 17 സുവിശേഷ ബുക്കിലില്ല. അക്ഷരം പ. പപ്പ ചുറ്റിക കൊണ്ട് പപ്പതൻ കഴിച്ചു തന്നെ ആഞ്ഞടിച്ചല്ലോ അമ്മേ, എന്തോന്ന് പറയാവോ? അക്ഷരം അ. അതിനെന്തിനാ കുട്ട നീ നിന്നു കരയുന്നേ? ഞാനതു കണ്ടേനെങ്കിൽ നിന്നങ്ങു ചിരിച്ചേനെ. അക്ഷരം ഞ. ഞാനുമേ അതുപോലെ നിന്നങ്ങു ചിരിച്ചല്ലോ. അതു കണ്ടപ്പയ്ക്കപ്പോൾ അരിശം മൂത്തുകേറി. പൃഷ്ഠത്തിലെൻ്റെ മർമ്മം നോക്കിയിട്ടൊറ്റയടി. ചിരിയുടെ ഗതി മാറി വേദന കരയിച്ചു. അക്ഷരം പ. പപ്പുമോൻ സായംകാലം ഓടിക്കിതച്ചു വന്നു. അമ്മയോടറിയിച്ചു സ്കൂളിൽ പോകില്ലിനി. എന്താണു കാര്യം മോനെ, തെളിയിച്ചു പറകനി. എല്ലാറ്റിനും നമ്മൾ പോംവഴി കണ്ടെത്തിയിടും. അക്ഷരം എ. എന്തോന്നു പറയാനാ, പറഞ്ഞാൽ പാലിക്കേണ്ടേ. ഇന്നൊന്നു പറഞ്ഞിടും മാറ്റിയിടും നാളെ ടീച്ചർ. മിനിഞ്ഞാന്നത്തെ കാര്യം ഇന്നലെ മാറ്റി ടീച്ചർ. ഇന്നു ചെന്നപ്പോൾ അതാ പിന്നെയും മാറ്റിയിടുന്നു. അക്ഷരം മ. 3ന്റെ കൂടെ 5 കിട്ടിയാൽ 8 കിട്ടും. 6നോടൊപ്പം 2 ചേർന്നാലും 8ആണത്രേ. ഇന്നിപ്പോൾ പറയുന്നു 7നോടൊന്നു ചേർന്നാൽ അപ്പോഴും കിട്ടുമത്രേ 8 എന്ന ഭയങ്കരൻ. അക്ഷരം ഇ.